സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ മറുതീരം തേടി. നയോമി സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വീടിൻ്റെ പിൻവരാന്തയിലൂടെ നടന്നു. ഓരോ ഡയലോഗും അവൾ ആവർത്തിച്ച് പല താളങ്ങളിൽ പറഞ്ഞു നോക്കി. ഏതൊക്കെ പദങ്ങൾക്കാണ് ഊന്നൽ നൽകേണ്ടതെന്ന് ഓർത്തു വെച്ചു. വാക്കുകൾക്ക് വികാരമുണ്ട്. അവ ഉച്ചരിക്കുന്നവർ ആ വികാരം ഉൾക്കൊള്ളുകയും മുഖത്ത് പ്രകടിപ്പിക്കുകയും വേണം. എനിക്ക് ചിരി വരുന്നു എന്ന് പറയുന്ന ആൾ മരപ്പാവയെപ്പോലെ നിന്ന് ആ വാക്കുകൾ ഉരുവിടുമ്പോൾ അതിൻ്റെ അർത്ഥവും ഭാവവും നഷ്ടപ്പെട്ടു പോകുന്നു. എനിക്ക് വളരെ സങ്കടമുണ്ട് എന്ന് പറയുമ്പോൾ വാക്കിൽ മാത്രമല്ല ഭാവത്തിലും ആ സങ്കടം പ്രകടമാകണം. അവനവൻ്റെ മനസ്സും സത്വവും എല്ലാം ഉപേക്ഷിച്ച് കഥാപാത്രത്തിലേക്ക് സന്നിവേശിക്കണം. ഇതെല്ലാം വിജയാനന്ദ് അവൾക്ക് പറഞ്ഞുകൊടുത്ത പാഠങ്ങളായിരുന്നു. സ്ക്രിപ്റ്റ് ഏറെക്കുറെ മനഃപ്പാഠമായി കഴിഞ്ഞപ്പോൾ നയോമി വിശ്രമമുറിയിലേക്ക് ചെന്ന് അവിടുത്തെ അലമാരയുടെ നിലക്കണ്ണാടിയിൽ നോക്കി. തൻ്റെ കഥാപാത്രത്തിൻ്റെ ഡയലോഗുകൾ പറഞ്ഞ് ഒരു സെൽഫ് റിഹേഴ്സൽ നടത്തി നോക്കി. മറ്റേതെങ്കിലും നടിയായിരുന്നെങ്കിൽ ഈ ഡയലോഗ് എങ്ങനെ പറയുമായിരുന്നു എന്ന് സങ്കല്പിച്ചിട്ട് വീണ്ടും റിഹേഴ്സൽ നടത്തി. എന്നിട്ടും തൃപ്തി കിട്ടുന്നില്ല. അഭിനയിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ടായിരുന്നെന്ന് അവൾക്ക് തോന്നി. വിജയാനന്ദ് അവിടേക്ക് വന്നു. ആർ യു റെഡി? അയാൾ ചോദിച്ചു. എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഇതെന്താ നയോമി? ഇന്നലെ പഴയ എപ്പിസോഡുകൾ മുഴുവൻ നീ കണ്ടതല്ലേ? ഉവ്, കണ്ടു. നിന്റെ അഭിനയം എങ്ങനെയാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലേ? പക്ഷേ ഞാനത് ഇമിറ്റേറ്റ് ചെയ്യാൻ എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. നീ തന്നെയല്ലേ ആ എപ്പിസോഡുകളിൽ അഭിനയിച്ചത്? അത് ശരിയാ, പക്ഷേ അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയും സാധിക്കും നിനക്ക്. കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്താൽ മതി. ഇന്നലെ എനിക്ക് വേണ്ടത്ര സമയം കിട്ടിയില്ല. വേറെ കുറേ നൂലാമാലകൾ ഉണ്ടായിരുന്നു. വീട്ടിലൊരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. നീ ഇത് മറന്നുപോയതാണ് കഷ്ടം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത്രയൊക്കെ അഭിനയിച്ചുവെന്ന് എനിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നിനക്ക് സാധിക്കും. ഒരിക്കൽ ചെയ്തിരുന്നതല്ലേ? ഞാൻ നോക്കാമെന്നേ പറയാൻ പറ്റൂ. ജസ്റ്റ് ബിഹേവ് ചെയ്യുക മാത്രമേ ആകാവൂ. ഒരു നടിയാണെന്നോ അഭിനേത്രിയാണെന്നോ ഉള്ള വിചാരമേ വേണ്ട. നയോമിയോട് ആരോ എന്തോ പറയുന്നു. നയോമി അത് കേൾക്കുന്നു. ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ ശ്രദ്ധിക്കുന്നു. ചിലപ്പോൾ മറുപടിയും പറയുന്നു. അത്രമാത്രം. അത്രയും മതിയോ? നമ്മൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കാനും എന്നോട് മറുപടി പറയാനും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. അത്രയേ വേണ്ടൂ. അഭിനയം എന്ന് പറയുന്നത് മുഖത്ത് എന്തെങ്കിലും വരുത്തിക്കൂട്ടലല്ല. പക്ഷേ കരയുന്നതും വിതുമ്പുന്നതും വേദന അനുഭവിക്കുന്നതും ചിരിക്കുന്നതും ഈസി അല്ലല്ലോ. മുഖത്ത് വരണ്ടേ എക്സ്പ്രഷനും ഫീലിങ്സും? അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. നീ മേക്കപ്പ് ചെയ്ത് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അത് നീയല്ല. നയോമി എന്ന വ്യക്തിയെ ഡ്രസ്സിംഗ് റൂമിൽ ഇരുത്തിയിട്ടാ നീ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നയോമിയില്ല, സ്നേഹപ്രഭയാണ്. നിനക്ക് 2 മക്കളുണ്ട്. ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയോടൊപ്പം പോയി. നിനക്ക് ജോലി നഷ്ടപ്പെട്ടു. അതാണ് നിന്റെ അവസ്ഥ. നീ സ്നേഹപ്രഭ എന്ന കഥാപാത്രത്തെ മനസ്സറിഞ്ഞ് സ്വീകരിക്കുമ്പോൾ അവളുടെ നിസ്സഹായതയും വേദനയും നിരാശയും ഒക്കെ തനിയെ വരും. നീ അവളാണെന്ന് മാത്രമേ വിചാരിക്കാവൂ. നീയാണെന്ന് വിചാരിക്കരുത്. എനിക്കൊരു 5 മിനിറ്റും കൂടെ. ശരി, ഞാൻ വിളിക്കുന്നില്ല. നീ അങ്ങ് വന്നാൽ മതി. വിജയാനന്ദ് തിരികെ പോയി. നയോമി സ്ക്രിപ്റ്റുമായി വീണ്ടും നിലക്കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു. നിലക്കണ്ണാടിയിലെ പ്രതിരൂപത്തെ തുറച്ചു നോക്കി. നീ നയോമിയല്ല. അവൾ ആ പ്രതിരൂപത്തോട് പറഞ്ഞു. നീ സ്നേഹപ്രഭയാണ്. നിനക്ക് നന്നായി അഭിനയിക്കാൻ അറിയാം. അത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ നീ ശ്രമിക്കേണ്ടതില്ല. നിനക്ക് അഭിനയിക്കാൻ അറിയാം എന്ന് മറ്റുള്ളവർ അറിയുന്നതിൽ വലിയ അപകടമൊന്നും ഇനി വരാനില്ല. അവൾ വീണ്ടും സ്ക്രിപ്റ്റിലേക്ക് നോക്കി. സ്നേഹപ്രഭ. നയോമി സ്ക്രിപ്റ്റുമായി ഷൂട്ടിംഗ് നടക്കുന്ന ഹാളിലേക്ക് ചെന്നു. വിജയാനന്ദ് ഏതോ സീനിൻ്റെ ക്ലോസപ്പ് ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തീർന്നപ്പോൾ അയാൾ മോണിറ്ററിൻ്റെ മുൻപിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ലെറ്റ് സ്റ്റാർട്ട്. ആർ യു റെഡി? ഐ ആം റെഡി സർ. ആദ്യം നമുക്കൊരു മിഡ് ഷൂട്ടിൽ നിന്ന് തുടങ്ങാം. ഈ ലൈറ്റപ്പ് ഒന്ന് പൊളിച്ച് ചെയ്യേണ്ടി വരും. വെറും 10 മിനിറ്റ്. ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. നടീനടന്മാർ വിശ്രമിക്കുന്ന മുറിയിലേക്ക് നയോമിയും ചെന്നു. അവിടെ കൂടിയിരുന്ന് പരദൂഷണം പറയുന്നവർക്കിടയിൽ പെട്ടെന്നൊരു നിശബ്ദതയുണ്ടായി. നയോമി അഭിനയം പഠിച്ചോ? കല്ലൂപ്പാറ സരസ്വതി പരിഹസിച്ചു ചോദിച്ചു. ഇവിടെ പറയണ കേട്ടു, അഭിനയം പഠിക്കാൻ മുമ്പത്തെ എപ്പിസോഡുകളൊക്കെ വീട്ടിൽ കൊണ്ടുപോയിന്ന്. ഇതിനേക്കാൾ ഭേദം കുറേ സിനിമയുടെ CD ഒക്കെ വാങ്ങിച്ചു വെച്ച് കാണുന്നതല്ലേ? ഓ, അതിൻ്റെ ആവശ്യമില്ല.
എൻ്റെ അഭിനയം മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. അതൊരു വർഷം മുമ്പ് അഭിനയിച്ചതാ. അതിൻ്റെ കഥയും സന്ദർഭങ്ങളും എല്ലാം ഞാൻ മറന്നുപോയി. ഒരു വർഷത്തെ ഇടവേള പ്രേക്ഷകൻ അറിയില്ലല്ലോ, അറിയിക്കാനും പാടില്ല. നയോമി പരിഹാസമോ ദേഷ്യമോ ഇല്ലാതെയാണ് സംസാരിച്ചത്. പക്ഷേ ഞങ്ങൾക്കാർക്കും അതിനുവേണ്ടി CD വീട്ടിൽ കൊണ്ടുവച്ച് വെളുക്കുവോളം ഇരുന്ന് കണ്ട് കാണാപ്പാടം അഴക്കേണ്ട ആവശ്യം വന്നില്ല. ഞങ്ങൾ ഒരു വർഷം മുമ്പേ ഈ സീരിയലിൽ അഭിനയിച്ചവരാ. പക്ഷേ നിങ്ങളല്ലല്ലോ ഹീറോയിൻ. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാലും സാരമില്ല. എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഈ സീരിയലിലെ കേന്ദ്ര കഥാപാത്രമാ. ഞാൻ നന്നായി അഭിനയിച്ചില്ലെങ്കിൽ ഈ ചാനലിൽ വരില്ല. എനിക്ക് പകരം വേറൊരാളെ വെച്ചാലും വരില്ല. പക്ഷേ ചേച്ചിക്ക് പകരം വേറൊരാളെ വെച്ചാലും ഒരു കുഴപ്പവുമില്ല. നയോമിയുടെ മറുപടിയിൽ കല്ലൂപ്പാറ സരസ്വതിയുടെ മുഖം മങ്ങി. ഇപ്പം എല്ലാം പഠിച്ചുകൊണ്ട് വന്നിരിക്കുകയാണല്ലോ. പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ഒറ്റ രാത്രി ഉറക്കളിച്ചിരുന്ന് പഠിക്കാൻ പറ്റുന്നതാണോ അഭിനയം എന്ന് ഇപ്പം തന്നെ അറിയാനും പറ്റുമല്ലോ. ചേച്ചി എന്താ ഈ പറയുന്നത്? ഇത് ഞാൻ 7 എപ്പിസോഡ് ചെയ്ത സീരിയലാണല്ലോ. ഇടയ്ക്ക് എനിക്കൊരു ട്രാജഡി ഉണ്ടായതുകൊണ്ടും എൻ്റെ ഓർമ്മയ്ക്ക് തകരാറ് സംഭവിച്ചതുകൊണ്ടുമാണല്ലോ എനിക്ക് അഭിനയിക്കാൻ പറ്റാതെ പോയത്. അല്ലാതെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നതല്ലല്ലോ. നയോമി പറഞ്ഞു. ആ, അഭിനയിച്ച് കാണിച്ചാൽ മതി. ആരെ കാണിക്കണം? നിങ്ങളെയോ? നിങ്ങളാരാ? എന്നെപ്പോലെ ഒരു ആർട്ടിസ്റ്റ്, അഭിനയിക്കാൻ വന്നവൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നോക്കിയാൽ പോരെ? എൻ്റെ അഭിനയം സർട്ടിഫൈ ചെയ്യേണ്ടത് നിങ്ങളല്ല, ഇതിൻ്റെ ഡയറക്ടറാ. ഞാനൊന്നും പറയുന്നില്ലേ. എന്നെ വെറുതെ വിട്ടേക്ക്. ഞാനങ്ങോട്ട് വന്നതല്ലോ അക്കാണത്തിന്. ആണോ? എൻ്റെ ആക്ടിങ് ശരിയാകുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം. പോട്ടെ, സാരമില്ല മോളെ, ശരിയായിക്കോളും എന്ന് പറഞ്ഞ് ഒരു എനർജി തന്ന് പ്രോത്സാഹിപ്പിക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കേണ്ടത്. എൻ്റെ കോൺഫിഡൻസ് എങ്ങനെ ഇടിച്ചു കളയാമെന്ന നിങ്ങൾക്ക് നോട്ടം. നിങ്ങളുടെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ എനിക്ക്. ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? എൻ്റെ ആക്ടിങ് ശരിയാവരുത് എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണല്ലോ കാണട്ടെ കാണട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത്. കല്ലൂപ്പാറ സരസ്വതിയുടെ മുഖം ഒന്നും കൂടി ഇരുണ്ടു. അവർ ചുറ്റും ഇരിക്കുന്നവരെ നോക്കി. ആരും മിണ്ടുന്നില്ല. സരസ്വതി ഉടൻ എഴുന്നേറ്റ് മുറി വിട്ടുപോയി. അപ്പോൾ കീർത്തി രാമചന്ദ്രൻ നയോമിയോട് പറഞ്ഞു. ആ പറഞ്ഞത് നന്നായി. അവരുടെ വേഷം കെട്ട് നയോമിയുടെ അടുത്ത് നടന്നില്ല. സാധാരണ അവരെന്തു പറഞ്ഞാലും ആരും എതിർത്ത് പറയാറില്ല. അതെന്താ? നയോമി ചോദിച്ചു. അതറിയില്ലേ, അവർ സിനിമയിൽ നിന്ന് വന്നതാ. ഇപ്പോഴും ഉണ്ട് സിനിമയിൽ അവരുടെ സീനിയോരിറ്റി പരിഗണിച്ച്. അവരെന്തു പറഞ്ഞാലും ആരും ഒരു മറുപടിയും പറയാറില്ല. അവരുടെ സീനിയോരിറ്റി കൊണ്ട് എനിക്കൊരു ഗുണവും ഇല്ലല്ലോ. അവരെന്നെ എൻകറേജ് ചെയ്തെങ്കിൽ അവരുടെ സീനിയോരിറ്റി കൊണ്ട് എനിക്ക് ഗുണമുണ്ടെന്ന് വിചാരിക്കാമായിരുന്നു. എന്നെ കളിയാക്കാൻ വേണ്ടിയാ അവരുടെ സീനിയോരിറ്റി ഉപയോഗിച്ചത്. അതിനെ ഞാൻ എന്തിനാ റെസ്പെക്റ്റ് ചെയ്യുന്നത്? ശരിയാ, അത് നന്നായി എന്നാ പറഞ്ഞത്. അപ്പോഴേക്കും അസിസ്റ്റൻ്റ് ഡയറക്ടർ വന്ന് വിളിച്ചു. ഷോട്ട് റെഡിയാണ്. നയോമി എഴുന്നേറ്റ് പോയി. വിജയാനന്ദ് അക്ഷമനായി നിൽക്കുന്നുണ്ടായിരുന്നു. ഓൾ ലൈറ്റ്സ് ഓൺ, ക്യാമറാമാൻ വിളിച്ചു പറഞ്ഞു. അടുത്ത നിമിഷം ഷൂട്ടിംഗ് ഫ്ലോർ പ്രകാശപൂരിതമായി. ടച്ചപ്പ്, വിജയാനന്ദ് പറഞ്ഞു. ലൈറ്റ്സ് ഓഫ്, ക്യാമറാമാൻ വിളിച്ചു പറഞ്ഞു. മേക്കപ്പ് അസിസ്റ്റൻ്റ് വന്നു നയോമിയുടെ മുഖവും കഴുത്തും ടച്ചപ്പ് പാടുകൊണ്ട് ഒന്നുകൂടി തുടച്ചു മിനുക്കി. നയോമി ക്യാമറയ്ക്ക് മുന്നിൽ വന്നു. ഒരു നിമിഷം കണ്ണടച്ചു നിന്നു. ഇന്നലെ വീട്ടിലിരുന്ന് കണ്ട എപ്പിസോഡുകളിലെ നയോമിയുടെ മുഖം മനസ്സിലെടുത്തു. ഓക്കെ അല്ലേ? വിജയാനന്ദ് ചോദിച്ചു. റെഡി സർ, നയോമി പറഞ്ഞു. പ്രമോദ്, ഡയലോഗ് വായിച്ചു കൊടുക്ക്. അസോസിയേറ്റ് ഡയറക്ടർ പ്രമോദ് സ്ക്രിപ്റ്റുമായി നയോമിയുടെ മുന്നിലേക്ക് വന്നു. 4 വർഷം മുമ്പ് എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളെ മാത്രം വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്നവളാ ഞാൻ. ഒരു പെണ്ണ് അവളുടെ ദൈവത്തെ വിശ്വസിച്ച് വരുന്ന പോലെ. ആ, അത്രയും മതി, വിജയാനന്ദ് പറഞ്ഞു. നയോമി ഒന്ന് പറഞ്ഞു നോക്കൂ. നയോമി ആ ഡയലോഗ് മനസ്സിലിട്ടു. പാകപ്പെടുത്തി പറഞ്ഞു. എന്നിട്ട് വിജയാനന്ദിൻ്റെ മുഖത്തേക്ക് നോക്കി. വിജയാനന്ദിന് തൃപ്തിയായിട്ടില്ലെന്ന മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. നേശമണി, ടേക്ക് പോകാം, വിജയാനന്ദ് ക്യാമറാമാനോട് പറഞ്ഞു. ഓക്കെ സർ, റെഡി, ലൈറ്റ്സ് ഓൺ. വീണ്ടും ഫ്ലോർ ലൈറ്റുകൾ തെളിഞ്ഞു. സ്റ്റാർട്ട് ക്യാമറ, വിജയാനന്ദ് പറഞ്ഞു. റോളിംഗ് സർ. നേശമണി വ്യൂ ഫൈൻഡറിലേക്ക് കണ്ണു ചേർത്തു. ആക്ഷൻ, വിജയാനന്ദ് പറഞ്ഞു. അസോസിയേറ്റ് ഡയറക്ടർ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കും മുമ്പേ നയോമി ഓർമ്മയിൽ നിന്ന് പറഞ്ഞു തുടങ്ങി. അവളത് ഹൃദയസ്ഥമാക്കിയിരുന്നു. പറഞ്ഞു തീർന്നതും വിജയാനന്ദിൻ്റെ ഓർഡർ വന്നു. കട്ട്. നയോമി, വൺസ് മോർ. പ്രോംപ്റ്റ് ചെയ്യണ്ട അല്ലേ? ഡയലോഗ് പറഞ്ഞു തരണ്ട സർ. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. വീണ്ടും മുൻ നടപടികളെല്ലാം ആവർത്തിച്ചു. 5 തവണ കഴിഞ്ഞപ്പോൾ വിജയാനന്ദ് പറഞ്ഞു.
നയോമി, ഇത് ലാസ്റ്റ് ടേക്കാണ്. ഇത് കൂടി ശരിയായില്ലെങ്കിൽ ഇന്നിനി ഷൂട്ടില്ല. വീണ്ടും ലൈറ്റുകൾ തെളിഞ്ഞു. വിജയാനന്ദിൻ്റെ നിർദ്ദേശമനുസരിച്ച് ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങി. ആക്ഷൻ കമാൻഡ് വന്നു. 4 വർഷം മുമ്പ് എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളെ മാത്രം വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്നവളാ ഞാൻ. ഒരു പെണ്ണ് അവളുടെ ദൈവത്തെ വിശ്വസിച്ചു വരുന്ന പോലെ. നയോമിക്ക് നേരിയ കിതപ്പുണ്ടായിരുന്നു. അതും കൂടി ക്യാമറയിൽ പതിഞ്ഞ ശേഷമാണ് വിജയാനന്ദ് കട്ട് പറഞ്ഞത്. ഓക്കെ. വിജയാനന്ദ് വന്ന് നയോമിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഉഗ്രം, ഉജ്ജ്വലം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു ആവറേജിന് മീതെ വന്നു. ഒന്നുകൂടെ നോക്കണോ സർ? ഇതാണ് ഒരു ആർട്ടിസ്റ്റിന് വേണ്ട ഒന്നാമത്തെ ഗുണം. തൃപ്തിയില്ലായ്മ, വീണ്ടും നന്നാക്കാനുള്ള ത്വര. ഞാൻ റെഡിയാ. ഇനിയൊരു റീടേക്ക് വേണ്ട. ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ശരിയായിക്കോളും. ഒരു ഇംപ്രവൈസേഷൻ താൻ കൊണ്ടുവന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ പഴയ സ്നേഹപ്രഭയുടെ മാനറിസമല്ല ഇതിൽ. വേറൊരു ലുക്കും മോഡുലേഷനും ബോഡി ലാംഗ്വേജുമാണ്. സാറിന് അങ്ങനെ തോന്നിയോ? തോന്നിയത് കൊണ്ടല്ലേ പറഞ്ഞത്. ആ നയോമിയിൽ നിന്നും ഒരു ചേഞ്ച് ഓവർ ഫീൽ ചെയ്യും പെട്ടെന്ന് ഈ നയോമിയിലേക്ക് കടക്കുമ്പോൾ. ആ നയോമി തന്നെയല്ലേ ഈ നയോമി? നയോമി തമാശ മട്ടിൽ പറഞ്ഞു. അല്ലല്ലോ. നയോമിയുടെ പേഴ്സണാലിറ്റിയെ രണ്ടായിട്ട് മുറിച്ചു. ആദ്യത്തെ നയോമി കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നതിന് മുമ്പുള്ളതാണ്. രണ്ടാമത്തെ നയോമി ഓർമ്മ നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ നയോമി. 2 നയോമികൾക്കും ഇടയിൽ ഒരു ഭിത്തിയുണ്ട്. 2 നയോമിമാരും തമ്മിൽ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അഭിനയത്തിലും വാക്കിലും ചലനത്തിലും വ്യത്യാസങ്ങളുണ്ടെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഓ, എനിക്കതേപ്പറ്റിയൊന്നും ഒരു ബോധവുമില്ല. ഏത് നയോമിയാ നല്ലത്? ആദ്യത്തെയോ രണ്ടാമത്തെയോ? നയോമി ചോദിച്ചു. രണ്ടാമത്തെ തന്നെ. പക്ഷേ അഭിനയിക്കാൻ അറിയില്ലല്ലോ. അഭിനയം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സ്വഭാവവും പെരുമാറ്റവും അങ്ങനെയല്ല. ഈ നയോമിയാണ് എനിക്കിഷ്ടം. ഈ നയോമിക്ക് അഹങ്കാരമില്ല, പൊങ്ങച്ചമില്ല. വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പണത്തിനും കീർത്തിക്കും പിന്നാലെ ഓടുന്നില്ല. കുറച്ച് നന്മകളൊക്കെയുണ്ട് മനസ്സിൽ. താങ്ക് യു സർ. വല്ലപ്പോഴും ആരെങ്കിലും ഒരു നല്ല വാക്ക് പറയുന്നത്. ഈ മാറ്റം നിലനിർത്തണം. ഓർമ്മകൾ തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകരുത്. പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാലും പുതിയ കാര്യങ്ങൾ മറവിയിലേക്ക് പോകുന്നില്ലല്ലോ. അതാണൊരു ആശ്വാസം. ക്രമേണ നയോമിക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു വന്നു. കുറേ റീടേക്കുകൾ വേണ്ടിവന്നുവെങ്കിലും ഒരുവിധം അവൾ അഭിനയിച്ചൊപ്പിച്ചു. ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകാൻ നേരം വിജയാനന്ദ് അവളോട് പറഞ്ഞു, ഒരു സത്യം പറയാതിരിക്കാൻ വയ്യ. നയോമി വലിയ തെറ്റില്ലാതെ ഒപ്പിച്ചു. എന്നാലും ശരി, പഴയ നയോമിയുടെ 7 അയലത്ത് എത്തിയിട്ടില്ല. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ നയോമി തിരിച്ചു പോന്നു. അടുത്ത ദിവസം പരിഭ്രമം വെടിഞ്ഞ് ശാന്തമായി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞു. ഓരോ ദിവസവും അവൾ മെച്ചപ്പെടുന്നുണ്ടായിരുന്നു. ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും ഐക്ന ലളിതമായ ഒരു അഭിനയ ശൈലി അവൾ സായത്തമാക്കി കഴിഞ്ഞു. പക്ഷേ ആദ്യ എപ്പിസോഡുകളിലെ നയോമിയുടെ അഭിനയവും പുതിയ നടന രീതിയും തമ്മിൽ വ്യക്തമായ വ്യത്യാസങ്ങൾ സൂക്ഷ്മദൃക്കുകൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുമായിരുന്നു. ഷൂട്ടിങ്ങിനിടയിലെ ലഞ്ച് ബ്രേക്ക് നയോമി ഊണ് കഴിച്ചെഴുന്നേറ്റതേയുള്ളൂ. പ്രൊഡക്ഷൻ മാനേജർ മനോജ് മാവേലിക്കര നയോമിയുടെ അടുത്തേക്ക് വന്നു. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. നയോമിക്ക് അപ്പോഴേ സംശയം തോന്നി. ആരാണെന്ന് ചോദിച്ചോ? ഒരു അഡ്വക്കേറ്റ് അഷ്ടമൂർത്തി. ഞാൻ ഷൂട്ടിലാണെന്ന് പറഞ്ഞില്ലേ, ഒന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. എവിടെയാ? കാറിനരികെ വെയിറ്റ് ചെയ്യുന്നു. നയോമി മനോജിനോടൊപ്പം വീടിൻ്റെ മുൻഭാഗത്തേക്ക് ചെന്നു. അഷ്ടമൂർത്തി കാറിൻ്റെ ഡോറിൽ ചാരി നിൽക്കുകയാണ്. അഷ്ടമൂർത്തിയെ വീട്ടിലേക്ക് വിളിച്ചിരുത്തി സംസാരിക്കണോ അതോ ഇറങ്ങിച്ചെന്ന് സംസാരിക്കണോ എന്നായി സംശയം. ഞാൻ അങ്ങോട്ട് വരാം. അഷ്ടമൂർത്തി അവളുടെ ചിന്താഗതി മനസ്സിലാക്കിയതുപോലെ പറഞ്ഞു. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വീട് നിറയെ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും മറ്റു ക്രൂ മെമ്പേഴ്സുമാണ്. വീട്ടുടമയും കുടുംബാംഗങ്ങളും. ഒരിടത്തുമില്ല സ്വകാര്യത. എല്ലാ മുറിയിലും ടെറസിൽ പോലും ആളുകളുണ്ടാവും. നയോമി കാറിനരികെ ചെന്നു. എന്തിനാ വന്നത്? ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് ഞാൻ അങ്ങ് പോയിക്കൊള്ളാം, അഷ്ടമൂർത്തി പറഞ്ഞു. ഷൂട്ടിങ്ങിനിടയിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് അല്ലേ. ഷൂട്ട് റെഡി ആകുമ്പോഴേക്ക് ഞാൻ പോയിക്കൊള്ളാം. കഷ്ടമാണ് കേട്ടോ. ഒരാളെയും ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യാൻ പാടില്ല. പുറകെ നടന്ന് ശല്യം ചെയ്യാൻ ഞാൻ പോവാനൊന്നുമല്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. ഞാൻ കഴിഞ്ഞ തവണ കുറേ ഫോട്ടോഗ്രാഫ്സ് ഏൽപ്പിച്ചിരുന്നു. നയോമിയുടെ മുത്തശ്ശിയെയും അങ്കിളിനെയും കാണിക്കാൻ. അവരെ കാണിച്ചു. കണ്ടിട്ട് അവരെന്തു പറഞ്ഞു? അവരെന്തു പറയാൻ? ഒന്നും പറയാതിരിക്കാൻ അവർക്ക് പറ്റില്ല. ഞാൻ മഹാദേവൻ നമ്പ്യാരുടെ മകളാണെന്ന് അവർ സമ്മതിച്ചു.
അവർക്ക് സമ്മതിക്കാതെ പറ്റില്ലെന്ന് എനിക്കറിയാം. നയോമിക്ക് വിശ്വാസമായോ എന്നറിഞ്ഞാൽ മതി. വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നയോമിയുടെ ചിന്തകൾക്ക് മാറ്റം വന്നില്ലേ? എന്ത് മാറ്റം വരാൻ? ഇതുവരെ നയോമിക്ക് അജ്ഞാതനായ ഒരാളായിരുന്നു നയോമിയുടെ യഥാർത്ഥ അച്ഛൻ എന്നറിഞ്ഞു. അദ്ദേഹം തീഹാർ ജയിലിൽ വെച്ച് ചില ഗൂഢാലോചനക്കാരുടെ കൈകളാൽ കൊല്ലപ്പെടുകയായിരുന്നു എന്നറിഞ്ഞു. അദ്ദേഹം വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയും കോടീശ്വരനുമായിരുന്നു എന്നറിഞ്ഞു. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നിയില്ലേ? ഇല്ല, നയോമി കൂസലിനെ പറഞ്ഞു. ഹൃദയം എന്നൊരു സാധനം ഇല്ലേ നയോമിക്ക്? ഈ പറയുന്ന മഹാദേവൻ നമ്പ്യാർ അത്ര നല്ലവനൊന്നും ആയിരുന്നില്ല എന്നാ മുത്തശ്ശി പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ അച്ഛനാണെന്നുള്ള വിവരം അവർ എന്നോട് പറയാതിരുന്നത്. മഹാദേവൻ നമ്പ്യാർ എന്ത് ക്രൂരതയാണ് കാണിച്ചത്? ചെങ്കോട്ടയിലെ മഹാദേവൻ പ്ലാന്റേഷൻ എന്ന തോട്ടത്തിൽ ഫാം ഹൗസിലായിരുന്നല്ലോ എൻ്റെ അമ്മയും അങ്കിളിനെയും മുത്തശ്ശിയെയും മഹാദേവൻ നമ്പ്യാർ താമസിപ്പിച്ചിരുന്നേ. ഓ, അതൊക്കെ പറഞ്ഞു തന്നു അല്ലേ? എല്ലാം പറഞ്ഞു. മഹാദേവൻ നമ്പ്യാരുടെ ചതിയുടെ കഥ മുഴുവൻ. ചതിയോ? ആര് ചതിച്ചു? ആരെ ചതിച്ചു? എൻ്റെ അമ്മയെ 16 വയസ്സ് തികയാത്ത പ്രായത്തിൽ അവരെ പറ്റിച്ചില്ലേ? മഹാദേവൻ നമ്പ്യാർ കല്യാണം കഴിക്കാമെന്ന് വാക്കുകൊടുത്തും സമ്മാനങ്ങൾ വാരിക്കോരി കൊടുത്തും പ്രലോഭിപ്പിച്ചില്ലേ? അമ്മയുടെ അഭിമാനം നഷ്ടപ്പെട്ടു, ജീവിതം നഷ്ടപ്പെട്ടു. എല്ലാം ഒരൊറ്റ മനുഷ്യൻ കാരണം. മഹാദേവൻ നമ്പ്യാർ. ഇങ്ങനെയാണോ നിന്റെ മുത്തശ്ശി നിന്നെ പറഞ്ഞു പഠിപ്പിച്ചത്? മുത്തശ്ശി പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോലും എനിക്ക് ഊഹിക്കാൻ പറ്റും. വലിയ കോടീശ്വരനായ ഒരാൾ, ആരോഗ്യം സമ്പത്തും സൗന്ദര്യവും ഉള്ള പുരുഷന് പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയെ വശത്താക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതും മുതലാളിയുടെ ആശ്രിതയായി അദ്ദേഹത്തിന് ഫാം ഹൗസിൽ കഴിയുന്ന ഒരു പെണ്ണിനെ. ഇതൊക്കെ എവിടെയെല്ലാം സംഭവിച്ചിരിക്കുന്നു, ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല മോളെ സംഭവം. അവർ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാ. സത്യം അതൊന്നുമല്ല. ഞാൻ പറയാം നിന്നോട് സത്യം എന്താണെന്ന്. എന്തായാലും എനിക്കിപ്പോൾ കേൾക്കാൻ സമയമില്ല. ഷൂട്ടിംഗ് ഇപ്പോൾ തുടങ്ങും. ഞാൻ വെയിറ്റ് ചെയ്യാം. രാത്രി വരെ ഷൂട്ടുണ്ടാവും. സാരമില്ല, നീ മാത്രമല്ലല്ലോ അഭിനയിക്കുന്നത്. മറ്റുള്ളവരുടെ ഷോട്ട് എടുക്കുമ്പോൾ നിനക്ക് ഫ്രീ ടൈം കിട്ടും. അപ്പോൾ നമുക്ക് സംസാരിക്കാം. എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ മഹാദേവൻ നമ്പ്യാരുടെ മകളാണെന്ന്. മുത്തശ്ശി ബാക്കി പറഞ്ഞതെല്ലാം കള്ളമായിക്കോട്ടെ. എന്നാലും ഇനി എന്താ ഉള്ളത്? നീ സത്യമറിയണം, സത്യത്തിൻ്റെ കൂടെ നിൽക്കണം, അസത്യങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരണം. നിനക്കും നിന്റെ അച്ഛനും കിട്ടാതെ പോയ നീതിക്ക് വേണ്ടി പോരാടണം. അതുവരെ ഞാൻ പിന്മാറില്ല, അഷ്ടമൂർത്തി അസന്നിഗ്ധമായി പറഞ്ഞു. അഷ്ടമൂർത്തി വൈകുന്നേരം വരെ ലൊക്കേഷനിൽ കാത്തിരുന്നിട്ടും നയോമിക്ക് സംസാരിക്കാൻ ഒഴിവുണ്ടായില്ല. ഇടയ്ക്ക് അവൾ വന്ന് അയാളോട് പറഞ്ഞു, ഒന്നും തോന്നരുത് അങ്കിളെ, സീരിയലല്ലേ, എൻ്റെ സീനുകൾ കുറേ തീരാനുണ്ട്. ഞാനാണെങ്കിൽ അഭിനയം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. എൻ്റെ ഷോട്ടുകളെല്ലാം വിജയാനന്ദ സർ തിരക്കിട്ട് എടുത്തു തീർക്കുകയാണ്. അതാ സമയം കിട്ടാത്തത്. സാരമില്ല, ഞാൻ അടുത്ത ദിവസം വരാം. എനിക്ക് നയോമി വിചാരിക്കുന്നതിൻ്റെ ഇരട്ടി ക്ഷമയുണ്ട്. നാളെയും മെനക്കിട്ട് വരണോ? എനിക്ക് വേറെന്താ ജോലി? ഞാനിതൊരു കോൺട്രാക്റ്റ് എടുത്തിരിക്കുക. നയോമിയെ ഒരു പുതിയ ദൗത്യത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ആ കോൺട്രാക്റ്റ്. ഇതാരെങ്കിലും ഏൽപ്പിച്ചു തന്ന കോൺട്രാക്റ്റാണോ? നയോമി നീരസം മറച്ചു പിടിച്ച് ചെറുചിരിയോടെ ചോദിച്ചു. അതെ, വിധി എന്നെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ പ്രതിഫലം ഒന്നും കിട്ടില്ലല്ലോ. അതും വിധി തന്നെ നിശ്ചയിക്കും. ഇതിനിടയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ വന്ന്, മാഡം ഷോട്ട് റെഡി എന്ന് പറഞ്ഞു. അങ്കിൾ സോറി, നയോമി പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, പോയിക്കോളൂ. ഇഷ്ടമൂർത്തി എഴുന്നേറ്റ് കാറിനടുത്തേക്ക് നീങ്ങി. നയോമി ക്യാമറയ്ക്ക് മുന്നിലേക്ക് ചെന്നപ്പോഴേക്കും സൗദാമിനിയമ്മയുടെ ഫോൺ കോൾ വന്നു. എന്താ അമ്മേ? നയോമി കോൾ അറ്റൻഡ് ചെയ്തു. അച്ഛൻ വീണു, ബോധമില്ല. സൗദാമിനി അമ്മയുടെ പരിഭ്രാന്ത ശബ്ദം. എന്തു പറ്റിയതാ? എവിടെയാ? വീട്ടിലാ, കട്ടിലേന്ന് താഴേക്ക് വീണു. വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ. മോള് ഉദയനെ വിളിച്ചൊന്ന് പറയോ? കാർ എടുക്കണമെങ്കിൽ നയോമിയോട് ചോദിക്കണമെന്ന് പറയുന്നു. ഉദയൻ അങ്കിളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. ഇപ്പം കൊടുക്കാവേ. അമ്മ ഓടുന്ന ശബ്ദം നയോമി കേട്ടു. നിമിഷങ്ങൾക്കകം ഉദയൻ്റെ ശബ്ദം വന്നു. ഹലോ നയോമി, ഉദയനെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? ഒന്നും ചെയ്യുന്നില്ല. പിന്നെന്താ മുത്തച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തെ? അത് ഞാൻ ചെയ്യണോ? വേറെ ആര് ചെയ്യും? ആരെങ്കിലും ഉണ്ടോ? വീട്ടിലൊരു ആപത്തുണ്ടായാൽ എങ്ങനെയാണോ പെരുമാറുന്നേ? ഉദയനെങ്കിൽ പെട്ടെന്ന് തലചുറ്റി വീണ ഞാനിങ്ങനെ അനങ്ങാതിരുന്നാൽ മതിയോ? എന്നോട് അമ്മയും പറഞ്ഞില്ല, നീയും പറഞ്ഞില്ല. എല്ലാം അമ്മ പറഞ്ഞിട്ടേ ചെയ്യാവുന്നുണ്ടോ? ഉദയനെങ്കിൽ ഒരാണല്ലേ. വേഗം
ഹോസ്പിറ്റലിൽ കൊണ്ടുപോ, ഞാൻ ഉടൻ വരുന്നു. നയോമി ഫോൺ കോൾ നിർത്തിയിട്ട് വിജയാനന്ദിൻ്റെ അടുക്കൽ ചെന്നു. സർ, എൻ്റെ മുത്തശ്ശൻ വീണു, ബോധമില്ലെന്ന് പറയുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? ഇപ്പോൾ കൊണ്ടുപോകും. വണ്ടി വിട്ടു തരണോ? എന്നെ അവിടെ നിന്ന് എത്തിക്കുമോ? വിജയാനന്ദ് ഉടൻ തന്നെ ലൊക്കേഷനിലെ കാർ വിളിച്ച് നയോമിയെ വീട്ടിലോ ഹോസ്പിറ്റലിലോ എത്തിക്കാൻ നിർദ്ദേശിച്ചു. അഷ്ടമൂർത്തി ആർക്കോ ഫോൺ ചെയ്ത ശേഷം കാർ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ ഭാവിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാർ തിരിച്ചിടുന്നതും നയോമി വേഗം ആ കാറിനടുത്തേക്ക് ചെല്ലുന്നതും അയാൾ കണ്ടു. എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയിട്ട് അഷ്ടമൂർത്തി കാറിൽ നിന്നിറങ്ങി. അപ്പോഴേക്ക് നയോമിയും കൊണ്ട് കാർ പാഞ്ഞു കഴിഞ്ഞു. അഷ്ടമൂർത്തിയും അതിന് പിന്നാലെ തിരിച്ചു. നയോമി കാറിലിരുന്ന് ഉദയഭാനുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ശ്രീകാര്യത്തുള്ള പാരാമൗണ്ട് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ഉദയഭാനു അവളെ അറിയിച്ചു. കൂടെ സൗദാമിനിയമ്മയുണ്ട്. പാരാമൗണ്ട് ഹോസ്പിറ്റലാണ് ഏറ്റവും അടുത്തുള്ളത്. നയോമി അവിടെ ചെന്നപ്പോഴേക്കും രാമചന്ദ്രൻ നായരെ ICUവിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ചെറിയൊരു സ്ട്രോക്ക് ഉണ്ടായതാണ് ബോധക്കേടിന് കാരണമെന്ന് പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചതിനാൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകാതെ കഴിഞ്ഞു. അച്ഛന് കൂടെ കൂടെ വയറുവേദന വരുമായിരുന്നുവെന്ന് സൗദാമിനിയമ്മ ഡോക്ടറോട് പറഞ്ഞു. അതിനാൽ ഗ്യാസ്ട്രോ ഡോക്ടറെ കൊണ്ടും പരിശോധിപ്പിച്ചു. രക്തപരിശോധനകളും സ്കാനിങ്ങും എല്ലാം നടത്തി. പരിശോധനകളിൽ നിന്ന് ഗുരുതരമായൊരു രോഗവിവരം കൂടി പുറത്തു വന്നു. രാമചന്ദ്രൻ നായരുടെ ചെറുകുടലിന് അൾസർ ബാധിച്ചിട്ടുണ്ട്. ICUവിൽ വെച്ച് രാമചന്ദ്രൻ നായർക്ക് ബോധം വീണ്ടു കിട്ടി. ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തിന് ബലം നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടെന്ന് അയാൾ പറഞ്ഞത് മനസ്സിലാകാൻ 3 തവണ ആവർത്തിച്ച് പറയേണ്ടി വന്നു. ഇടത് കവിളിനും ചുണ്ടുകളുടെ ഇടത് ഭാഗത്തിനും നേരിയ കോട്ടമുണ്ടായിരുന്നു. യഥേഷ്ടം നാവും ചുണ്ടുകളും ചലിപ്പിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. അതിനാൽ അക്ഷരങ്ങൾ അവ്യക്തമായി പോയി. ഇടത് കാലിനും കൈക്കും ഭാരക്കൂടുതൽ അനുഭവപ്പെടുന്നതായും അയാൾ പറഞ്ഞു. മൈനർ സ്ട്രോക്കാണ്. മെഡിസിൻ കൊണ്ട് ശരിയാക്കാവുന്നതേയുള്ളൂ. എൻഡോസ്കോപ്പി ചെയ്യണമെന്ന ഗ്യാസ്ട്രോ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞത് ഈ സ്ട്രോക്ക് വന്നതുകൊണ്ടാണ് അത് തിരിച്ചറിയാൻ പറ്റിയത്, ഡോക്ടർ വെളിപ്പെടുത്തി. അഷ്ടമൂർത്തി അവിടേക്ക് എത്തിച്ചേർന്നു. നയോമി അയാളെ കണ്ട് ആശ്ചര്യപ്പെട്ടു. അങ്കിൾ പോയില്ലായിരുന്നോ? ഇല്ല, നയോമിക്ക് എൻ്റെ സഹായം ആവശ്യം വരുമെന്ന് തോന്നി. ഇല്ലല്ലോ, ഇവിടെ എനിക്ക് തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എന്താണ് സംഭവം? മുത്തച്ഛനൊരു സ്ട്രോക്ക് ഉണ്ടായി, ഡോക്ടർ പറഞ്ഞു. സാരമില്ല, മെഡിക്കേഷൻ എടുത്താൽ മതിയെന്ന്. അപ്പോൾ ഇന്നിനി ലൊക്കേഷനിലേക്ക് പോകുന്നില്ലല്ലോ? ഇല്ല. ഓക്കെ, റിലാക്സ് ചെയ്തോളൂ, ഞാൻ പോയിട്ട് പിന്നെ വരാം. അഷ്ടമൂർത്തി പോയി. രാത്രി 9 മണിവരെ ഹോസ്പിറ്റലിൽ ചെലവഴിച്ച ശേഷം നയോമി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. സൗദാമിനിയമ്മ ഹോസ്പിറ്റലിൽ തന്നെ നിന്നു. സൗദാമിനിയമ്മയുടെ അഭാവത്തിൽ വീട്ടിലെ ചുമതലകൾ നയോമിക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നു. ജോലികളിൽ സഹായിക്കാനായി സുജിത അവളുടെ ഒപ്പം തന്നെ നിന്നു. അവൾ മിന്നുമോളെ കുളിപ്പിച്ച് ഉടുപ്പിടിവിച്ചു. നയോമി അവൾക്ക് ആഹാരം കൊടുത്ത് കിടത്തിയുറക്കി. അനിൽ ബാബുവിൻ്റെ കാര്യങ്ങൾ നയോമി സ്വമേധയാ ഏറ്റെടുത്തു. അടുത്ത ഭാഗം നാളെ.